പ്രിയ സുഹൃത്തുക്കളെ, കഥാമണ്ഡപത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. 5 ഓറഞ്ച് ഗുരുക്കൾ എന്ന മറ്റൊരു ഷെർലക് ഹോംസ് കഥയുമായാണ് ഇത്തവണ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഈ കഥകൾ നിങ്ങൾക്കായി രൂപപ്പെടുത്തുന്നതിൽ ഞങ്ങൾ കൃത്രിമബുദ്ധിയുടെ സാങ്കേതിക സഹായം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് പങ്കുവച്ചും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 5 ഓറഞ്ച് ഗുരുക്കൾ. 1882-നും 1890-നും ഇടയിലുള്ള ഷെർലക് ഹോംസ് കേസുകളെക്കുറിച്ചുള്ള എന്റെ കുറിപ്പുകളിലൂടെയും രേഖകളിലൂടെയും കണ്ണോടിക്കുമ്പോൾ വിചിത്രവും രസകരവുമായ സവിശേഷതകൾ നിറഞ്ഞ ഒട്ടനവധി സംഭവങ്ങളാണ് എന്റെ മുന്നിലെത്തുന്നത്. അതിനാൽ തന്നെ ഇതിലേത് തെരഞ്ഞെടുക്കണം, ഏതൊഴിവാക്കണം എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചിലത് ഇതിനകം തന്നെ പത്രങ്ങളിലൂടെ പൊതുശ്രദ്ധ നേടിയിട്ടുണ്ട്. മറ്റു ചിലതാകട്ടെ എന്റെ സുഹൃത്തിന് ഉന്നത അളവിലുണ്ടായിരുന്നതും ഈ കുറിപ്പുകളിലൂടെ ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നതുമായ ആ സവിശേഷ സിദ്ധികൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകുന്നവയായിരുന്നില്ല. ചില കേസുകൾ അദ്ദേഹത്തിന്റെ വിശകലന പാടവത്തെപ്പോലും കുഴപ്പത്തിലാക്കിയിരുന്നു. അവ അവസാനമില്ലാത്ത തുടക്കങ്ങൾ മാത്രമായി അവശേഷിച്ചു. മറ്റു ചിലത് ഭാഗികമായി മാത്രം തെളിയിക്കപ്പെട്ടവയാണ്. അദ്ദേഹത്തിന് പ്രിയങ്കരമായിരുന്ന സമ്പൂർണമായ യുക്തിഭദ്രമായ തെളിവുകൾക്ക് പകരം ഊഹങ്ങളെയും അനുമാനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള വിശദീകരണങ്ങളാണ് അവയ്ക്ക് നൽകാനായത്. എന്നിരുന്നാലും ഈ അവസാന ഗണത്തിൽപ്പെട്ട ഒരു കേസ് അതിന്റെ വിശദാംശങ്ങളിൽ വളരെ ശ്രദ്ധേയവും ഫലങ്ങളിൽ ഞെട്ടിപ്പിക്കുന്നതുമാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരിക്കലും പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും ഒരുപക്ഷെ ഇനി ഒരിക്കലും തെളിയിക്കപ്പെടാൻ സാധ്യതയില്ലെന്നുമുള്ള വസ്തുത നിലനിൽക്കെ തന്നെ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1887 ആണ്ട് കുറഞ്ഞതും കൂടിയതുമായ താൽപ്പര്യമുണർത്തുന്ന നീണ്ട ഒരു നിര കേസുകൾ തന്നെ ഞങ്ങൾക്ക് സമ്മാനിച്ചു. അവയുടെ എല്ലാം രേഖകൾ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഈ 12 മാസത്തെ എന്റെ തലക്കെട്ടുകൾക്കിടയിൽ പാരഡോൾ ചേംബർ സാഹസികത, ഒരു ഫർണിച്ചർ വെയർഹൌസിന്റെ താഴത്തെ നിലയിൽ ആഡംബരപൂർണമായ ക്ലബ്ബ് നടത്തിയിരുന്ന അമച്വർ മെൻഡിക്കൻ സൊസൈറ്റി, ബ്രിട്ടീഷ് കപ്പലായ സോഫി ആൻഡേഴ്സൺ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, ഉഫ ദ്വീപിലെ ഗ്രൈസ് പാറ്റേഴ്സൺ കുടുംബത്തിന്റെ വിചിത്രമായ അനുഭവങ്ങൾ, ഒടുവിൽ ക്യാമ്പർവെൽ വിഷക്കേസ് എന്നിവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഞാൻ കാണുന്നു. ഇതിൽ അവസാനത്തെ കേസിൽ മരിച്ചയാളുടെ വാച്ച് വൈൻഡ് ചെയ്തുകൊണ്ട് അത് 2 മണിക്കൂർ മുമ്പാണ് വൈൻഡ് ചെയ്തതെന്നും അതിനാൽ ആ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഉറങ്ങാൻ പോയിട്ടുണ്ടാവുമെന്നും തെളിയിക്കാൻ ഷെർലക് ഹോംസിന് കഴിഞ്ഞു. കേസ് തെളിയിക്കുന്നതിൽ അതീവ പ്രാധാന്യമുള്ള ഒരു നിഗമനമായിരുന്നു അത്. ഇവയെല്ലാം ഭാവിയിൽ എപ്പോഴെങ്കിലും ഞാൻ വിവരിച്ചേക്കാം. എന്നാൽ ഇപ്പോൾ ഞാൻ എഴുതാനെടുത്തിരിക്കുന്ന വിചിത്രമായ സംഭവവികാസങ്ങൾ പോലെ സവിശേഷമായ പ്രത്യേകതകൾ അവയ്ക്കൊന്നിനുമില്ല. സെപ്റ്റംബർ മാസത്തിന്റെ അവസാന ദിവസങ്ങളായിരുന്നു അത്. വിഷുവകാല കൊടുങ്കാറ്റുകൾ അസാധാരണമായ ശക്തിയോടെ വീശിയടിക്കാൻ തുടങ്ങിയിരുന്നു. ദിവസം മുഴുവൻ കാറ്റ് അലറുകയും മഴ ജനാലകളിൽ ആഞ്ഞടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മഹത്തായ മനുഷ്യനിർമ്മിതമായ ഈ ലണ്ടൻ നഗരത്തിന്റെ ഹൃദയഭാഗത്തുപോലും ജീവിതത്തിന്റെ പതിവ് ചിട്ടകളിൽ നിന്ന് മനസ്സിനെ അല്പനേരത്തേക്ക് മാറ്റി നിർത്താനും നാഗരികതയുടെ അഴികൾക്കിടയിലൂടെ കൂട്ടിലടയ്ക്കപ്പെട്ട വന്യമൃഗങ്ങളെപ്പോലെ മനുഷ്യരാശിക്ക് നേരെ അലറുന്ന ആ വലിയ പ്രകൃതി ശക്തികളുടെ സാന്നിധ്യം തിരിച്ചറിയാനും ഞങ്ങൾ നിർബന്ധിതരായി. സന്ധ്യ മയങ്ങിയതോടെ കൊടുങ്കാറ്റിന്റെ ശക്തിയും ശബ്ദവും വർദ്ധിച്ചു. ചിമ്മിനിക്കുള്ളിൽ കുടുങ്ങിയൊരു കുട്ടിയെപ്പോലെ കാറ്റ് കരയുകയും വിങ്ങുകയും ചെയ്തു. ഷെർലക് ഹോംസ് നെരുപ്പോടിന്റെ ഒരു വശത്ത് മൂക്കനായിരുന്ന് തന്റെ കുറ്റകൃത്യരേഖകൾ ക്രമീകരിക്കുകയായിരുന്നു. മറുവശത്ത് ഞാൻ ക്ലാർക്ക് റസ്സലിന്റെ മികച്ച കടൽക്കഥകളിലൊന്നിൽ മുഴുകിയിരുന്നു. പുറത്തുനിന്നുള്ള കാറ്റിന്റെ അലർച്ച പുസ്തകത്തിലെ വരികളുമായി ലയിക്കുന്നതായും മഴയുടെ ശബ്ദം കടൽ തിരമാലകളുടെ നീണ്ട ഇരമ്പലായി മാറുന്നതായും എനിക്ക് തോന്നി. എന്റെ ഭാര്യ അവളുടെ അമ്മയെ സന്ദർശിക്കാൻ പോയിരുന്നതിനാൽ കുറച്ചു ദിവസങ്ങളായി ഞാൻ വീണ്ടും ബേക്കർ സ്ട്രീറ്റിലെ എന്റെ പഴയ താമസസ്ഥലത്തായിരുന്നു. അല്ല, എന്റെ സുഹൃത്തിനെ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, അത് തീർച്ചയായും കോളിംഗ് ബെല്ലിന്റെ ശബ്ദമായിരുന്നില്ലേ? ഇന്ന് രാത്രി ആരാണ് വരാനുള്ളത്? താങ്കളുടെ ഏതെങ്കിലും സുഹൃത്തായിരിക്കുമോ? താങ്കളൊഴികെ എനിക്ക് വേറെ സുഹൃത്തുക്കളില്ല, അദ്ദേഹം മറുപടി പറഞ്ഞു. സന്ദർശകരെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുമില്ല. എങ്കിലൊരു കക്ഷിയായിരിക്കുമോ? അതെ, അതൊരു ഗൗരവമുള്ള കേസായിരിക്കും. അത്രയും പ്രധാനപ്പെട്ടതല്ലാത്ത ഒന്നും ഇങ്ങനെയൊരു ദിവസത്തിൽ ഇങ്ങനെയൊരു സമയത്ത് ഒരാളെ പുറത്തിറങ്ങാൻ പ്രേരിപ്പിക്കില്ല. പക്ഷേ ഇത് വീട്ടുടമസ്ഥയുടെ ഏതെങ്കിലും സുഹൃത്തായിരിക്കാനാണ് കൂടുതൽ സാധ്യത. എന്നാൽ ഷെർലക് ഹോംസിന്റെ ഊഹം തെറ്റായിരുന്നു. കാരണം ഇടനാഴിയിൽ കാലൊച്ചയും വാതിലിൽ ഒരു തട്ടലും കേട്ടു. വിളക്കിന്റെ വെളിച്ചം തന്റെ മുഖത്തുനിന്ന് മാറ്റി പുതുതായി വരുന്നയാൾ ഇരിക്കാൻ സാധ്യതയുള്ള ഒഴിഞ്ഞ കസേരയിലേക്ക് തിരിക്കാനായി അദ്ദേഹം തന്റെ നീണ്ട കൈ നീട്ടി. ഉള്ളിലേക്ക് വരൂ, അദ്ദേഹം പറഞ്ഞു. അകത്തേക്ക് വന്നയാൾക്ക് ഏകദേശം 22 വയസ്സ് പ്രായം വരും. നന്നായി വസ്ത്രം ധരിച്ച, പെരുമാറ്റത്തിൽ കുലീനതയും മാന്യതയും പ്രകടമാക്കുന്ന ഒരു യുവാവ്. കയ്യിലുണ്ടായിരുന്ന വെള്ളം ഒലിച്ചിറങ്ങുന്ന കുടയും
തിളങ്ങുന്ന നീളൻ വാട്ടർപ്രൂഫ് കോട്ടും അയാൾ കടന്നുവന്ന കാലാവസ്ഥയുടെ കാഠിന്യം വിളിച്ചോതുന്നതായിരുന്നു. വിളക്കിന്റെ വെളിച്ചത്തിൽ അയാൾ ഉത്കണ്ഠയോടെ ചുറ്റും നോക്കി. വലിയൊരാധി മനസ്സിനെ അലട്ടുന്ന ഒരാളെപ്പോലെ അയാളുടെ മുഖം വിളറിയതും കണ്ണുകൾ തളർന്നതുമാണെന്നെനിക്ക് കാണാമായിരുന്നു. ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു, സ്വർണ്ണ ഫ്രെയിമുള്ള മൂക്കുവിള്ള കണ്ണുകളിലേക്കുയർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഞാനൊരു ശല്യമാവില്ലെന്ന് കരുതുന്നു. കൊടുങ്കാറ്റിന്റെയും മഴയുടെയും ചില അവശേഷിപ്പുകൾ ഞാൻ താങ്കളുടെ ഈ സുഖപ്രദമായ മുറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു. താങ്കളുടെ കോട്ടും കുടയും എനിക്ക് തരൂ, ഹോംസ് പറഞ്ഞു. അവ ഇവിടെ കൊളുത്തിൽ കിടക്കട്ടെ, പെട്ടെന്നുണങ്ങിക്കോളും. താങ്കൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് വരുന്നത്, അല്ലേ? അതെ, ഹോർഷാമിൽ നിന്ന്. താങ്കളുടെ ഷൂവിന്റെ മുൻഭാഗത്ത് കാണുന്ന കളിമണ്ണും ചോക്കും കലർന്ന മിശ്രിതം കണ്ടാൽ അത് വ്യക്തമാണ്. ഞാൻ ഉപദേശം തേടിയാണ് വന്നിരിക്കുന്നത്. അത് എളുപ്പത്തിൽ ലഭിക്കും. ഒപ്പം സഹായവും. അത് എല്ലായ്പ്പോഴും അത്ര എളുപ്പമല്ല. ഞാൻ താങ്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് മിസ്റ്റർ ഹോംസ്. ടാങ്കർവില്ലെ ക്ലബ് അപവാദത്തിൽ നിന്ന് താങ്കൾ എങ്ങനെയാണ് മേജർ പ്രെൻഡർഗാസ്റ്റിനെ രക്ഷിച്ചതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ, തീർച്ചയായും. ചീട്ടുകളിയിൽ കള്ളത്തരം കാണിച്ചുവെന്ന് അദ്ദേഹം തെറ്റായി ആരോപിക്കപ്പെട്ടിരുന്നു. താങ്കൾക്ക് എന്തും പരിഹരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അല്പം അധികമായി പറഞ്ഞുപോയി. താങ്കൾ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലെന്നും. ഞാൻ 4 തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. 3 തവണ പുരുഷന്മാരാലും ഒരിക്കലൊരു സ്ത്രീയെയാലും. പക്ഷേ താങ്കളുടെ വിജയങ്ങളുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതെന്താണ്? ഞാൻ പൊതുവെ വിജയിച്ചിട്ടുണ്ടെന്നത് സത്യമാണ്. എങ്കിൽ എന്റെ കാര്യത്തിലും താങ്കൾക്ക് അങ്ങനെയാകാം. ദയവായി കസേര തീക്കനലിനടുത്തേക്ക് നീക്കിയിട്ട് താങ്കളുടെ കേസിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ എന്നോട് പങ്കുവയ്ക്കൂ. ഇതൊരു സാധാരണ കേസല്ല. എന്റെ അടുക്കൽ വരുന്നതൊന്നും അങ്ങനെയല്ല. അപ്പീലിനായുള്ള അവസാന കോടതിയാണ് ഞാൻ. എങ്കിലും സർ, എന്റെ സ്വന്തം കുടുംബത്തിൽ സംഭവിച്ചതുപോലെയുള്ള നിഗൂഢവും വിശദീകരിക്കാനാവാത്തതുമായ സംഭവങ്ങളുടെ ഒരു പരമ്പര താങ്കളുടെ അനുഭവത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. താങ്കൾ എന്നിൽ ആകാംക്ഷ നിറയ്ക്കുന്നു, ഹോംസ് പറഞ്ഞു. തുടക്കം മുതലുള്ള അടിസ്ഥാനപരമായ വസ്തുതകൾ ദയവായി പറയൂ. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന വിശദാംശങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് ചോദിച്ചുകൊള്ളാം. ആ യുവാവ് തന്റെ കസേര തീക്കനലിനടുത്തേക്ക് വലിച്ചിടുകയും നനഞ്ഞ പാദങ്ങൾ ചൂടേൽക്കാനായി നീട്ടിവെക്കുകയും ചെയ്തു. എന്റെ പേര് ജോൺ ഓപ്പൻഷാ, അദ്ദേഹം പറഞ്ഞു. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഈ ഭയാനകമായ സംഭവവുമായി വലിയ ബന്ധമൊന്നുമില്ല. ഇതൊരു പാരമ്പര്യ വിഷയമാണ്. അതിനാൽ വസ്തുതകളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ നൽകുന്നതിനായി എനിക്ക് ഈ സംഭവത്തിന്റെ തുടക്കത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. എന്റെ മുത്തച്ഛന് 2 ആൺമക്കളുണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ അമ്മാവൻ ഏലിയാസും അച്ഛൻ ജോസഫും. എന്റെ അച്ഛന് കോവൻട്രിയിൽ ഒരു ചെറിയ ഫാക്ടറിയുണ്ടായിരുന്നു. സൈക്കിൾ കണ്ടുപിടിച്ച കാലഘട്ടത്തിൽ അദ്ദേഹം അത് വിപുലീകരിച്ചു. ഓപ്പൺഷാ അൺബ്രേക്കബിൾ ടയറിന്റെ പേറ്റന്റ് ഉടമ അദ്ദേഹമായിരുന്നു. ആ ബിസിനസ് വലിയ വിജയമായതിനെ തുടർന്ന് അത് വിൽക്കാനും സാമാന്യം വലിയൊരു സമ്പാദ്യത്തോടെ വിശ്രമജീവിതം നയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. എന്റെ അമ്മാവൻ ഏലിയാസ് ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയിലേക്ക് കുടിയേറുകയും ഫ്ലോറിഡയിൽ ഒരു തോട്ടമുടമയായി മാറുകയും ചെയ്തു. അവിടെ അദ്ദേഹം മികച്ച നേട്ടങ്ങളുണ്ടാക്കിയതായി പറയപ്പെടുന്നു. യുദ്ധസമയത്ത് അദ്ദേഹം ജാക്സന്റെ സൈന്യത്തിലും പിന്നീട് ഹുഡിന്റെ കീഴിലും പോരാടി. അവിടെ അദ്ദേഹം കേണൽ പദവിയിലേക്ക് ഉയർന്നു. ലീ ആയുധം വെച്ച് കീഴടങ്ങിയപ്പോൾ എന്റെ അമ്മാവൻ തന്റെ തോട്ടത്തിലേക്ക് മടങ്ങി 3-4 വർഷം അവിടെ തുടർന്നു. ഏകദേശം 1869-ലോ 1870-ലോ അദ്ദേഹം യൂറോപ്പിലേക്ക് മടങ്ങുകയും ഹോർഷാമിനടുത്തുള്ള സസെക്സിൽ ഒരു ചെറിയ എസ്റ്റേറ്റ് വാങ്ങുകയും ചെയ്തു. അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ഗണ്യമായ സമ്പാദ്യമുണ്ടാക്കിയിരുന്നു. നീഗ്രോകളോടുള്ള വെറുപ്പും അവർക്ക് വോട്ടവകാശം നൽകുന്ന റിപ്പബ്ലിക്കൻ നയത്തോടുള്ള വിയോജിപ്പുള്ളായിരുന്നു അവിടം വിടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ഒരു വിചിത്ര മനുഷ്യനായിരുന്നു. ഉഗ്രഗോപിയും ദേഷ്യം വരുമ്പോൾ അസഭ്യം പറയുന്നവനും ഏകാന്തതയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവനുമായിരുന്നു. ഹോർഷാമിൽ താമസിച്ച കാലത്തൊന്നും അദ്ദേഹം ആ പട്ടണത്തിൽ കാലുകുത്തിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. വീടിനു ചുറ്റും ഒരു പൂന്തോട്ടവും 2-3 പറമ്പുകളും ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു അദ്ദേഹം വ്യായാമം ചെയ്തിരുന്നത്. എങ്കിലും പലപ്പോഴും ആഴ്ചകളോളം അദ്ദേഹം മുറി വിട്ടു പുറത്തിറങ്ങാറില്ലായിരുന്നു. അദ്ദേഹം ധാരാളം ബ്രാൻഡി കുടിക്കുകയും അമിതമായി പുകവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സമൂഹമായി ഇടപഴകാനോ സുഹൃത്തുക്കളെ സമ്പാദിക്കാനോ അദ്ദേഹം ആഗ്രഹിച്ചില്ല, സ്വന്തം സഹോദരനെപ്പോലും. അദ്ദേഹത്തിന് എന്നോട് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ എന്നെ ആദ്യമായി കാണുമ്പോൾ എനിക്ക് 12 വയസ്സോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ അദ്ദേഹത്തിന് എന്നോടൊരു ഇഷ്ടം തോന്നിയിരുന്നു. ഇംഗ്ലണ്ടിലെത്തി 8-9 വർഷങ്ങൾക്ക് ശേഷം 1878-ലായിരുന്നു ഇത്. എന്നെ അദ്ദേഹത്തോടൊപ്പം താമസിക്കണമെന്ന് അദ്ദേഹം എന്റെ പിതാവിനോട് അപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ രീതിയിൽ എന്നോട് വളരെ ദയയോടെയാണ് പെരുമാറിയിരുന്നത്. മദ്യലഹരിയിലല്ലാത്തപ്പോൾ അദ്ദേഹം എന്നോടൊപ്പം ബാക്ക്ഗാമണും ഡ്രാഫ്റ്റ്സും കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. വേലക്കാരോടും കച്ചവടക്കാരോടും ഇടപെടാൻ അദ്ദേഹം എന്നെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അങ്ങനെ 16 വയസ്സായപ്പോഴേക്കും ഞാൻ ആ വീടിന്റെ പൂർണ്ണ അധികാരിയായി മാറി. താക്കോലുകളെല്ലാം എന്റെ കൈവശമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ ഹനിക്കാത്തിടത്തോളം എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാനും ഇഷ്ടമുള്ളത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ ഇതിനൊരു അപവാദമുണ്ടായിരുന്നു. തട്ടിൻപുറത്ത് പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മുറിയുണ്ടായിരുന്നു.
അതെപ്പോഴും പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്നെയോ മറ്റാരെയോ ആ മുറിയിൽ പ്രവേശിക്കാൻ അദ്ദേഹം ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. ഒരു കുട്ടിയുടെ കൗതുകത്തോടെ ഞാൻ താക്കോൽ ദ്വാരത്തിലൂടെ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു മുറിയിൽ പ്രതീക്ഷിക്കാവുന്ന പഴയ പെട്ടികളുടെയും ഭാണ്ഡങ്ങളുടെയും ശേഖരമല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം, അത് 1883 മാർച്ചിലായിരുന്നു, കേണലിന്റെ ഭക്ഷണപാത്രത്തിന് മുന്നിലെ മേശപ്പുറത്ത് വിദേശ സ്റ്റാമ്പുള്ള ഒരു കത്തിരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന് കത്തുകൾ ലഭിക്കുന്നത് പതിവുള്ള കാര്യമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ബില്ലുകളെല്ലാം പണമായി തന്നെ നൽകിയിരുന്നു. കൂടാതെ അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ ആരുമുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ നിന്ന് കത്ത് കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പോണ്ടിച്ചേരിയിലെ തപാൽമുദ്ര. ഇതെന്തായിരിക്കും? തിടുക്കത്തിൽ അത് തുറന്നപ്പോൾ ഉണങ്ങിയ 5 ചെറിയ ഓറഞ്ച് കുരുക്കൾ അദ്ദേഹത്തിന്റെ പാത്രത്തിലേക്ക് തെറിച്ചു വീണു. ഇത് കണ്ട് ഞാൻ ചിരിക്കാൻ തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ എന്റെ ചിരി മാഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ വിറയ്ക്കുകയും കണ്ണുകൾ തുറിച്ചു വരികയും മുഖം വിളറി വെളുക്കുകയും ചെയ്തിരുന്നു. വിറയ്ക്കുന്ന കൈകളിൽ പിടിച്ചിരുന്ന കവറിലേക്ക് അദ്ദേഹം ഉറ്റുനോക്കി. കേ 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 അദ്ദേഹം അലറി വടിച്ചു. തുടർന്ന്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ പാപങ്ങൾ എന്നെ വേട്ടയാടി പിടിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. എന്താണ് കാര്യം അമ്മാവാ? ഞാൻ ചോദിച്ചു. മരണം, അദ്ദേഹം പറഞ്ഞു. ഭയം കൊണ്ട് വിറച്ചുപോയ എന്നെ അവിടെ നിർത്തിക്കൊണ്ട് അദ്ദേഹം മേശയ്ക്കരികിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ മുറിയിലേക്ക് പോയി. ഞാൻ ആ കവർ എടുത്തു നോക്കിയപ്പോൾ പശ തേക്കുന്ന ഭാഗത്തിന് തൊട്ടുമുകളിലായി ഉൾവശത്ത് ചുവന്ന മഷിയിൽ കെ എന്ന അക്ഷരം 3 തവണ എഴുതിയിരിക്കുന്നത് കണ്ടു. ആ 5 ഉണങ്ങിയ കുരുക്കളല്ലാതെ അതിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ കടുത്ത ഭയത്തിന് കാരണമെന്തായിരിക്കും? ഞാൻ പ്രഭാതതക്ഷണം കഴിച്ചിരുന്ന മേശയ്ക്കരികിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ പടികൾ കയറുമ്പോൾ തട്ടിൻപുറത്തെ മുറിയുടേതെന്ന് കരുതുന്ന തുരുമ്പിച്ചൊരു പഴയ താക്കോൻ ഒരു കൈയിലും പണം സൂക്ഷിക്കുന്ന പെട്ടി പോലെയുള്ള ഒരു ചെറിയ പിച്ചളപ്പെട്ടി മറുകൈയിലും പിടിച്ച് അദ്ദേഹം താഴേക്ക് വരുന്നത് കണ്ടു. അവർക്കിഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ, പക്ഷെ ഞാൻ അവരെ തോൽപ്പിക്കും. ഒരു ശാപവാക്കോടെ അദ്ദേഹം പറഞ്ഞു, എന്റെ മുറിയിൽ ഇന്ന് തീ കൂട്ടണമെന്ന് മേരിയോട് പറയൂ. ഹോർഷാമിലെ അഭിഭാഷകനായ ഫോർദാമിനെ വിളിക്കാൻ ആളെ അയക്കൂ. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. അഭിഭാഷകൻ എത്തിയപ്പോൾ എന്നോട് മുറിയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു. തീ നന്നായി കത്തുന്നുണ്ടായിരുന്നു. അടുപ്പിൽ കരിഞ്ഞ കടലാസുകൾ പോലെ കറുത്ത ചാരത്തിന്റെ ഒരു കൂമ്പാരം കിടപ്പുണ്ടായിരുന്നു. അതിനരികിൽ ആ പിച്ചളപ്പെട്ടി തുറന്ന് ശൂന്യമായി കിടക്കുന്നുണ്ടായിരുന്നു. ആ പെട്ടിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. രാവിലെ കവറിൽ കണ്ട അതേ 3 കെ അക്ഷരങ്ങൾ അതിന്റെ അടപ്പിലും അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. ജോൺ, നീ എന്റെ ഒസ്യത്തിന് സാക്ഷിയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ അമ്മാവൻ പറഞ്ഞു. എന്റെ സ്വത്തുക്കൾ, അതിന്റെ എല്ലാ ഗുണങ്ങളോടും ദോഷങ്ങളോടും കൂടി ഞാനെന്റെ സഹോദരന്, അതായത് നിന്റെ അച്ഛന് നൽകുന്നു. അവിടെ നിന്ന് അത് നിനക്ക് ലഭിക്കുമല്ലോ. നിനക്കത് സമാധാനത്തോടെ അനുഭവിക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത്. ഇനി കഴിയില്ലെന്ന് തോന്നുകയാണെങ്കിൽ എന്റെ ഉപദേശം കേൾക്കുകുട്ടി, അത് നിന്റെ ഏറ്റവും വലിയ ശത്രുവിന് നൽകുക. ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയുള്ള ഒന്ന് നിനക്ക് നൽകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഏതു വഴിക്കാണ് തിരിയുകയെന്ന് എനിക്ക് പറയാനാവില്ല. മിസ്റ്റർ ഫോർദാം കാണിച്ചു തരുന്നിടത്ത് ദയവായി ഒപ്പിടൂ. നിർദ്ദേശിച്ചതുപോലെ ഞാൻ ആ കടലാസിൽ ഒപ്പുവെച്ചു. അഭിഭാഷകൻ അതുമായി മടങ്ങി. ഈ വിചിത്രമായ സംഭവം എന്നിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി. ഞാൻ അതിനെക്കുറിച്ച് പലവട്ടം ആലോചിച്ചെങ്കിലും എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അത് അവശേഷിപ്പിച്ചുപോയ അവ്യക്തമായ ഭയം കുടഞ്ഞുകളയാൻ എനിക്ക് കഴിഞ്ഞില്ല. ആഴ്ചകൾ കടന്നുപോവുകയും നമ്മുടെ ജീവിതത്തിലെ സാധാരണ ദിനചര്യകൾക്ക് മാറ്റമൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ആ ഭയം കുറഞ്ഞു തുടങ്ങി. എന്നാൽ എന്റെ അമ്മാവനിലൊരു മാറ്റം എനിക്ക് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം മുമ്പത്തേക്കാളും അധികം മദ്യപിക്കാൻ തുടങ്ങി. സമൂഹവുമായി ഇടപഴകാൻ തീരെ താൽപ്പര്യമില്ലാതായി. മിക്കവാറും സമയം അദ്ദേഹം അകത്തുനിന്ന് പൂട്ടിയ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. എന്നാൽ ചിലപ്പോൾ മദ്യലഹരിയുടെ ഉന്മാദത്തിൽ അദ്ദേഹം പുറത്തുവരികയും കയ്യിലൊരു റിവോൾവറുമായി വീടിന് പുറത്തേക്കോടി പൂന്തോട്ടത്തിലൂടെ നടക്കുകയും ചെയ്യുമായിരുന്നു. താൻ ആരെയും ഭയപ്പെടുന്നില്ലെന്നും മനുഷ്യനോ ചെകുത്താനോ തന്നെ ആട്ടിൻകൂട്ടിലെ ആടിനെപ്പോലെ അടച്ചിടാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം അലറി വിളിക്കുമായിരുന്നു. എന്നാൽ ഈ ആവേശമൊക്കെ കഴിയുമ്പോൾ തന്റെ ആത്മാവിന്റെ അടിത്തട്ടിലുള്ള ഭയത്തെ ഇനിയും നേരിടാൻ കഴിയില്ലെന്ന പോലെ അദ്ദേഹം ഓടി മുറിയിൽ കയറി വാതിലടച്ചു കുറ്റിയിടും. അത്തരം സന്ദർഭങ്ങളിൽ തണുപ്പുള്ള ദിവസങ്ങളിൽ പോലും വെള്ളത്തിൽ നിന്നെഴുന്നേറ്റതുപോലെ അദ്ദേഹത്തിന്റെ മുഖം വിയർത്തു കുളിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരി, കാര്യങ്ങൾ ചുരുക്കി പറയാം മിസ്റ്റർ ഹോംസ്, അങ്ങയുടെ ക്ഷമ ഞാൻ പരീക്ഷിക്കുന്നില്ല. ഒരിക്കൽ മദ്യലഹരിയിൽ അദ്ദേഹം പുറത്തുപോയൊരു രാത്രിയുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം തിരികെ വന്നില്ല. ഞങ്ങൾ അന്വേഷിച്ചു ചെന്നപ്പോൾ പൂന്തോട്ടത്തിന്റെ അറ്റത്തുള്ള പായൽ പിടിച്ച ചെറിയ കുളത്തിൽ അദ്ദേഹം കമിഴ്ന്നു കിടക്കുന്നതാണ് കണ്ടത്. ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളത്തിന് 2 അടി ആഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ അദ്ദേഹത്തിന്റെ വിചിത്രമായ സ്വഭാവം കണക്കിലെടുത്ത് ജൂറി അത് ആത്മഹത്യയാണെന്ന് വിധിച്ചു. എന്നാൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭയപ്പെട്ടിരുന്ന അദ്ദേഹം മരിക്കാനായി അങ്ങനെയൊരു വഴി തിരഞ്ഞെടുക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. ഏതായാലും ആ സംഭവം കഴിഞ്ഞു. എന്റെ പിതാവ് എസ്റ്റേറ്റിന്റെയും ബാങ്കിലുണ്ടായിരുന്ന 10,000 പൗണ്ടിന്റെയും ഉടമസ്ഥനായി.
ഒരു നിമിഷം ഹോംസ് ഇടയ്ക്ക് കയറി പറഞ്ഞു. അങ്ങയുടെ മൊഴി ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങയുടെ അമ്മാവനെ കത്ത് ലഭിച്ച തീയതിയും അദ്ദേഹത്തിന്റെ ആത്മഹത്യ നടന്നുവെന്ന് കരുതപ്പെടുന്ന തീയതിയും ഒന്ന് പറയാമോ? കത്ത് വന്നത് 1883 മാർച്ച് 10-നായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം 7 ആഴ്ചകൾക്ക് ശേഷം മെയ് 2-ാം തീയതി രാത്രിയിലായിരുന്നു. നന്ദി. ദയവായി തുടർന്നാലും. എന്റെ പിതാവ് ഹോർഷാം വസ്തുവിന്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ എന്റെ അഭ്യർത്ഥന പ്രകാരം എപ്പോഴും പൂട്ടിയിട്ടിരുന്ന ആറ്റിക്കിൽ അദ്ദേഹം സൂക്ഷ്മമായൊരു പരിശോധന നടത്തി. ഉള്ളടക്കം നശിപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും ആ പിച്ചളപ്പെട്ടി ഞങ്ങൾ അവിടെ കണ്ടെത്തി. അതിന്റെ മൂടിയുടെ ഉൾവശത്ത് ഒരു പേപ്പർ ലേബിളുണ്ടായിരുന്നു. അതിൽ KKK എന്ന ഇനീഷ്യലുകൾ ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരുന്നു. അതിന് താഴെയായി കത്തുകൾ, മെമ്മോറാണ്ടങ്ങൾ, രസീതുകൾ, ഒരു രജിസ്റ്റർ എന്നും എഴുതിയിരുന്നു. കേണൽ ഓപ്പൺഷോ നശിപ്പിച്ച രേഖകളുടെ സ്വഭാവമാണ് ഇവ സൂചിപ്പിക്കുന്നതെന്ന് ഞങ്ങൾ കരുതുന്നു. അമേരിക്കയിലെ എന്റെ അമ്മാവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചിതറിക്കിടക്കുന്ന ധാരാളം പേപ്പറുകളും നോട്ട്ബുക്കുകളും ഒഴികെ മറ്റൊന്നും ആ മുറിയിൽ പ്രധാനമായി ഉണ്ടായിരുന്നില്ല. അവയിൽ ചിലത് യുദ്ധകാലത്തെക്കുറിച്ചുള്ളതായിരുന്നു. അദ്ദേഹം തന്റെ കടമകൾ ഭംഗിയായി നിർവഹിച്ചുവെന്നും ധീരനായൊരു സൈനികനെന്ന ഖ്യാതി നേടിയിരുന്നുവെന്നും അവ തെളിയിച്ചു. മറ്റു ചിലത് തെക്കൻ സംസ്ഥാനങ്ങളുടെ പുനർനിർമ്മാണ കാലഘട്ടത്തിലേതായിരുന്നു. അവ പ്രധാനമായും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടവയായിരുന്നു. വടക്കുനിന്നും അയക്കപ്പെട്ട കാർപ്പറ്റ് ബാഗ് രാഷ്ട്രീയക്കാരെ എതിർക്കുന്നതിൽ അദ്ദേഹം ശക്തമായ പങ്കുവഹിച്ചിരുന്നുവെന്ന് അതിൽ നിന്നും വ്യക്തമായിരുന്നു. ശരി, 84-ന്റെ തുടക്കത്തിലാണ് എന്റെ പിതാവ് ഹോർഷാമിൽ താമസിക്കാൻ വന്നത്. 85 ജനുവരി വരെ എല്ലാം ഞങ്ങൾക്ക് സുഗമമായി തന്നെ മുന്നോട്ടുപോയി. പുതുവർഷം കഴിഞ്ഞ് 4-ാം ദിവസം ഞങ്ങൾ പ്രഭാത ഭക്ഷണത്തിനായി ഒരുമിച്ചിരിക്കുമ്പോൾ പിതാവ് അത്ഭുതത്തോടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് ഞാൻ കേട്ടു. ഒരു കൈയിൽ പുതുതായി തുറന്ന കവറും മറുകൈയിലെ നീട്ടിപ്പിടിച്ച ഉള്ളംകൈയിൽ 5 ഉണങ്ങിയ ഓറഞ്ച് വിത്തുകളുമായി അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു. കേണലിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കെട്ടുകഥകളെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്ന കാര്യങ്ങളെ പരിഹസിക്കുമായിരുന്നെങ്കിലും അതേ കാര്യം തനിക്കും സംഭവിച്ചപ്പോൾ അദ്ദേഹം ഭയചകിതനും ആശയക്കുഴപ്പത്തിലുമായി കാണപ്പെട്ടു. ഇതെന്താണ് ജോൺ? ഇതിന്റെ അർത്ഥമെന്താണ്? അദ്ദേഹം വിക്കിക്കൊണ്ട് ചോദിച്ചു. എന്റെ ഹൃദയം ഭാരം കൊണ്ട് കല്ലിച്ചുപോയി. ഇത് KKK ആണ്, ഞാൻ പറഞ്ഞു. അദ്ദേഹം കവറിനുള്ളിലേക്ക് നോക്കി. അതെ, അതുതന്നെ, അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇതാ അക്ഷരങ്ങൾ. പക്ഷേ ഇതിനു മുകളിൽ എഴുതിയിരിക്കുന്നതെന്താണ്? രേഖകൾ സൂര്യഘടികാരത്തിന്മേൽ വയ്ക്കുക. അദ്ദേഹത്തിന്റെ തോളിലൂടെ എത്തി നോക്കിക്കൊണ്ട് ഞാൻ വായിച്ചു. ഏത് രേഖകൾ? ഏത് സൂര്യഘടികാരം? അദ്ദേഹം ചോദിച്ചു. തോട്ടത്തിലെ സൂര്യഘടികാരം. അതല്ലാതെ മറ്റൊന്നില്ലല്ലോ, ഞാൻ പറഞ്ഞു. പക്ഷേ ആ രേഖകൾ നശിപ്പിക്കപ്പെട്ടവയായിരിക്കണം. ഛേ, തന്റെ ധൈര്യം സംഭരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നമ്മളൊരു പരിഷ്കൃത രാജ്യത്താണ് ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ ഇവിടെ അനുവദിക്കാനാവില്ല. ഇതെവിടെ നിന്നാണ് വന്നത്? ഡണ്ടിയിൽ നിന്ന്. പോസ്റ്റ് മാർക്കിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ മറുപടി നൽകി. ഏതോ അസംബന്ധമായൊരു തമാശ, അദ്ദേഹം പറഞ്ഞു. സൂര്യഘടികാരങ്ങളും കടലാസുകളുമായി എനിക്കെന്ത് ബന്ധം? ഇത്തരം വിഡ്ഢിത്തങ്ങളൊന്നും ഞാൻ ഗൗനിക്കാൻ പോകുന്നില്ല. ഞാൻ തീർച്ചയായും പോലീസിനോട് സംസാരിക്കേണ്ടതാണ്, ഞാൻ പറഞ്ഞു. എന്നിട്ടെന്റെ കഷ്ടപ്പാട് കണ്ടവർ ചിരിക്കാനോ? അങ്ങനെയൊന്നും വേണ്ട. എങ്കിൽ ഞാൻ പോയി പറയട്ടെ? വേണ്ട, ഞാൻ നിന്നെ വിലക്കുന്നു. ഇത്തരം അസംബന്ധങ്ങളുടെ പേരിൽ ഒരു ബഹളമുണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല. അദ്ദേഹത്തോട് തർക്കിച്ചിട്ട് കാര്യമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം വളരെ നിർബന്ധബുദ്ധിയുള്ള ഒരാളായിരുന്നു. എങ്കിലും ദുസ്സൂചനകൾ നിറഞ്ഞ മനസ്സൂടെയാണ് ഞാൻ പിന്നീട് നടന്നത്. കത്ത് വന്ന് 3-ാം ദിവസം എന്റെ പിതാവ് തന്റെ പഴയ സുഹൃത്തായ മേജർ ഫ്രീബോഡിയെ സന്ദർശിക്കാൻ പോയി. പോട്ട്സ്റ്റാം ഹില്ലിലെ കോട്ടകളിലൊന്നിന്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹം പോയതിൽ എനിക്ക് ആശ്വാസം തോന്നി. കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അദ്ദേഹം അപകടത്തിൽ നിന്ന് അകലെയാണെന്ന് ഞാൻ കരുതി. എന്നാൽ എന്റെ ധാരണ തെറ്റായിരുന്നു. അദ്ദേഹം പോയി 2-ാം ദിവസം എനിക്ക് മേജറുടെ ഒരു ടെലിഗ്രാം ലഭിച്ചു. ഉടൻ വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ളതായിരുന്നു അത്. അയൽപ്പക്കത്ത് ധാരാളമുള്ള ആഴമേറിയ ചുണ്ണാമ്പുകല്ല് കുഴികളിലൊന്നിൽ എന്റെ പിതാവ് വീണുപോയിരുന്നു. തലയൊട്ടി തകർന്ന് ബോധരഹിതനായി അദ്ദേഹം കിടക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. പക്ഷേ ബോധം തെളിയാതെ തന്നെ അദ്ദേഹം മരിച്ചു. സന്ധ്യാസമയത്ത് ഫെയർഹാമിൽ നിന്ന് മടങ്ങുകയായിരുന്നു അദ്ദേഹമെന്നും ആ പ്രദേശം അപരിചിതമായതിനാലും ചുണ്ണാമ്പുകല്ല് കുഴിക്ക് വേലിയില്ലാതിരുന്നതിനാലും അപകടമരണം എന്ന വിധി പ്രസ്താവിക്കാൻ ജൂരിക്കൊട്ടും മടിയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചെങ്കിലും കൊലപാതകമാണെന്ന് സംശയിക്കാൻ തക്കതായ ഒന്നും എനിക്ക് കണ്ടെത്താനായില്ല. അക്രമത്തിന്റെ ലക്ഷണങ്ങളോ കാൽപ്പാടുകളോ കവർച്ചയോ അപരിചിതരെ ആ വഴിയിൽ കണ്ടതായോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എന്റെ മനസ്സൊട്ടും ശാന്തമായിരുന്നില്ലെന്നും അദ്ദേഹത്തിനു ചുറ്റും ഏതോ ക്രൂരമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നുവെന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. ഇത്രയും ദുരൂഹമായ രീതിയിലാണ് എനിക്ക് പാരമ്പര്യസ്വത്ത് ലഭിച്ചത്. ഞാൻ എന്തുകൊണ്ടത് ഉപേക്ഷിച്ചില്ല എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എന്റെ ഉത്തരം ഇതാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്റെ അമ്മാവന്റെ ജീവിതത്തിലെ ഏതോ സംഭവമായി ബന്ധപ്പെട്ടതാണെന്നും ഏതു വീട്ടിലായാലും അപകടം ഒരുപോലെ ആയിരിക്കുമെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു.
85 ജനുവരിയിലാണ് എന്റെ പാവം പിതാവ് മരണമടഞ്ഞത്. അതിനുശേഷം 2 വർഷവും 8 മാസവും കടന്നുപോയി. ആ കാലയളവിൽ ഞാൻ ഹോർഷാമിൽ സന്തോഷത്തോടെ ജീവിച്ചു. ഈ ശാപം കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയെന്നും അത് കഴിഞ്ഞ തലമുറയോടെ അവസാനിച്ചെന്നും ഞാൻ പ്രത്യാശിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഞാൻ ആശ്വസിക്കാൻ തുടങ്ങിയത് അല്പം നേരത്തെയായിപ്പോയി. ഇന്നലെ രാവിലെ എന്റെ പിതാവിന് ലഭിച്ച അതേ രൂപത്തിൽ ആ ആഘാതം എന്നെയും തേടിയെത്തി. ആ യുവാവ് തന്റെ വെയ്സ്കോട്ടിൽ നിന്ന് ചുളിവുകൾ വീണ ഒരു കവർ പുറത്തെടുത്തു. മേശയിലേക്ക് തിരിഞ്ഞ് ഉണങ്ങിയ 5 ചെറിയ ഓറഞ്ച് കുരുക്കൾ അതിൽ നിന്ന് കുടഞ്ഞിട്ടു. ഇതാണ് കവർ, അദ്ദേഹം തുടർന്നു. ലണ്ടൻ ഈസ്റ്റേൺ ഡിവിഷനിലെ പോസ്റ്റ്മാർക്കാണുള്ളത്. ഉള്ളിൽ എന്റെ പിതാവിന്റെ അവസാന സന്ദേശത്തിലുണ്ടായിരുന്ന അതേ വാക്കുകൾ, കെ, പിന്നെ കടലാസുകൾ സൂര്യഘടികാരത്തിൽ വെക്കുക എന്നും. താങ്കൾ എന്തു ചെയ്തു? ഹോംസ് ചോദിച്ചു. ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ലെന്നോ? സത്യം പറഞ്ഞാൽ അദ്ദേഹം തന്റെ മെലിഞ്ഞ വെളുത്ത കൈകളിൽ മുഖം പൂഴ്ത്തി. എനിക്ക് നിസ്സഹായത തോന്നി. പാമ്പിഴഞ്ഞെടുക്കുമ്പോൾ പേടിച്ചരണ്ട മുയലുകളെ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. മുൻകരുതലുകൾക്കോ ദീർഘവീക്ഷണത്തിനോ തടുക്കാനാവാത്ത അനിവാര്യമായ ഏതോ തിന്മയുടെ പിടിയിലാണ് ഞാനെന്ന് എനിക്ക് തോന്നുന്നു. കഷ്ടം, കഷ്ടം! ഷെർലക് ഹോംസ് വിളിച്ചു പറഞ്ഞു. ഹേ മനുഷ്യ, താങ്കൾ പ്രവർത്തിച്ചേ തീരൂ, അല്ലെങ്കിൽ താങ്കൾ നശിക്കും. ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിന് മാത്രമേ താങ്കളെ രക്ഷിക്കാൻ കഴിയൂ. ഇത് നിരാശപ്പെടാനുള്ള സമയമല്ല. ഞാൻ പോലീസിനെ കണ്ടിരുന്നു. ആഹാ, പക്ഷേ ഒരു പുഞ്ചിരിയോടെയാണ് അവരെന്റെ കഥ കേട്ടത്. ആ കത്തുകളെല്ലാം ആരോ ഒപ്പിക്കുന്ന തമാശകളാണെന്നും എന്റെ ബന്ധുക്കളുടെ മരണം ജൂറി പറഞ്ഞതുപോലെ അപകടങ്ങൾ മാത്രമാണെന്നും അവയ്ക്ക് ഈ മുന്നറിയിപ്പുകളുമായി ബന്ധമില്ലെന്നുമാണ് ഇൻസ്പെക്ടറുടെ അഭിപ്രായമെന്ന് എനിക്ക് ബോധ്യമായി. ഹോംസ് മുഷ്ടി ചുരുട്ടി വായുവിൽ വീശി. എന്തൊരു വിശ്വസിക്കാനാവാത്ത മണ്ടത്തരം! അദ്ദേഹം അലറി. എങ്കിലും എന്റെ കൂടെ വീട്ടിൽ താമസിക്കാൻ ഒരു പോലീസുകാരനെ അവരനുവദിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അദ്ദേഹം താങ്കളോടൊപ്പം വന്നിട്ടുണ്ടോ? ഇല്ല. വീട്ടിൽ തന്നെ തുടരാനാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഹോംസ് വീണ്ടും വായുവിൽ കൈകൾ വീശി ക്ഷോഭിച്ചു. താങ്കൾ എന്തിനാണ് എന്റെ അടുത്തേക്ക് വന്നത്? അദ്ദേഹം ചോദിച്ചു. അതിലുപരി എന്തുകൊണ്ട് താങ്കൾ ഉടൻ തന്നെ വന്നില്ല? എനിക്കറിയില്ലായിരുന്നു. ഇന്ന് മാത്രമാണ് ഞാൻ മേജർ പ്രെൻഡർഗാസ്റ്റിനോട് എന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹമാണ് താങ്കളെ സമീപിക്കാൻ ഉപദേശിച്ചത്. കത്തു ലഭിച്ചിട്ടിപ്പോൾ 2 ദിവസമായിരിക്കുന്നു. ഇതിനു മുമ്പേ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതല്ലാതെ മറ്റെന്തെങ്കിലും തെളിവുകൾ താങ്കളുടെ പക്കലുണ്ടോ? ഞങ്ങളെ സഹായിക്കാനുതകുന്ന എന്തെങ്കിലും സൂചനകൾ? ഒരു കാര്യമുണ്ട്, ജോൺ ഓപ്പൺഷാ പറഞ്ഞു. അദ്ദേഹം തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ പരതി. നിറം മങ്ങിയ നീല നിറത്തിലുള്ള ഒരു കടലാസ് കഷ്ണം പുറത്തെടുത്ത് മേശപ്പുറത്തു വെച്ചു. എന്റെ അമ്മാവൻ കടലാസുകൾ കത്തിച്ച ദിവസം ചാരത്തിനിടയിൽ കത്തിത്തീരാത്ത ചെറിയ ഭാഗങ്ങൾക്ക് ഇതേ നിറമായിരുന്നുവെന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം പറഞ്ഞു. എന്റെ അമ്മാവന്റെ മുറിയിലെ തറയിൽ നിന്നാണ് എനിക്ക് ഈ ഒറ്റ പേജ് ലഭിച്ചത്. മറ്റുള്ളവയ്ക്കിടയിൽ നിന്ന് പാറിപ്പോയതുകൊണ്ട് നശിക്കാതെ രക്ഷപ്പെട്ട ഒന്നാകാമിതെന്ന് ഞാൻ കരുതുന്നു. കുരുക്കളെക്കുറിച്ചുള്ള പരാമർശത്തിനപ്പുറം ഇത് നമ്മളെ കാര്യമായി സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേതോ സ്വകാര്യ ഡയറിയുടെ താളാണെന്നാണ് ഞാൻ കരുതുന്നത്. കൈപ്പട നിസ്സംശയം എന്റെ അമ്മാവന്റേതാണ്. ഹോംസ് വിളക്ക് നീക്കിവെച്ചു. ഞങ്ങൾ രണ്ടുപേരും ആ കടലാസിലേക്ക് കുനിഞ്ഞു നോക്കി. ഒരു പുസ്തകത്തിൽ നിന്ന് കീറിയെടുത്തതാണെന്ന് അതിന്റെ അരികുകൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. മാർച്ച് 1869 എന്നതിൽ തലക്കെട്ടുണ്ടായിരുന്നു. അതിനു താഴെയായി ഈ ദുരൂഹമായ കുറിപ്പുകളും. 4-ാം തീയതി ഹഡ്സൺ വന്നു. അതേ പഴയ പ്ലാറ്റ്ഫോം. 7-ാം തീയതി മക്കോളി, പാരാമോർ, സെന്റ് ഓഗസ്റ്റിനിലെ ജോൺ സ്വെയിൻ എന്നിവർക്ക് കുരുക്കൾ നൽകി. 9-ാം തീയതി മക്കോളി ഒഴിഞ്ഞുപോയി. 10-ാം തീയതി ജോൺ സ്വെയിൻ ഒഴിഞ്ഞുപോയി. 12-ാം തീയതി പാരാമോറിനെ സന്ദർശിച്ചു. എല്ലാം ശുഭം. നന്ദി, ഹോംസ് പറഞ്ഞു. ആ കടലാസ് മടക്കി ഞങ്ങളുടെ സന്ദർശകന് തിരികെ നൽകി. ഇനി താങ്കൾ ഒരു നിമിഷം പോലും പാഴാക്കരുത്. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും നമുക്ക് സമയമില്ല. താങ്കൾ ഉടൻ തന്നെ വീട്ടിലെത്തി പ്രവർത്തിക്കണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. അത് ഉടനെ തന്നെ ചെയ്യുകയും വേണം. താങ്കൾ ഞങ്ങളെ കാണിച്ച ആ കടലാസ് കഷ്ണം താങ്കൾ വിവരിച്ച ആ പിച്ചളപ്പെട്ടിയിൽ നിക്ഷേപിക്കുക. അതോടൊപ്പം ബാക്കിയുള്ള രേഖകളെല്ലാം താങ്കളുടെ അമ്മാവൻ കത്തിച്ചു കളഞ്ഞെന്നും ഇതുമാത്രമാണ് അവശേഷിക്കുന്നതെന്നും വ്യക്തമാക്കുന്ന ഒരു കുറിപ്പും അതിൽ വെക്കണം. മറ്റുള്ളവർക്ക് വിശ്വാസം വരുന്ന രീതിയിലായിരിക്കണം ആ കുറിപ്പെഴുതേണ്ടത്. അതിനുശേഷം നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ ആ പെട്ടിയുടൻ തന്നെ സൂര്യഘടികാരത്തിന് മുകളിൽ കൊണ്ടുപോയി വെക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പൂർണ്ണമായും. തൽക്കാലം പ്രതികാരത്തെക്കുറിച്ചോ അത്തരത്തിലുള്ള മറ്റെന്തിനെക്കുറിച്ചോ ചിന്തിക്കരുത്. നിയമത്തിലൂടെ നമുക്കത് നേടാനാവുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അവരുടെ വല അവർ നെയ്തു കഴിഞ്ഞു. നമ്മുടേത് നെയ്യാനിരിക്കുന്നതേയുള്ളൂ. താങ്കളെ ഉറ്റുനോക്കുന്ന ആസന്നമായ അപകടത്തെ ഒഴിവാക്കുക എന്നതാണ് ആദ്യത്തെ പരിഗണന. ഈ രഹസ്യം ചുരുളഴിക്കാനും കുറ്റവാളികളെ ശിക്ഷിക്കാനും രണ്ടാമത് ശ്രമിക്കാം. ഞാൻ താങ്കളോട് നന്ദി പറയുന്നു, ആ യുവാവ് എഴുന്നേറ്റ് തന്റെ ഓവർകോട്ട് ധരിച്ചുകൊണ്ട് പറഞ്ഞു. താങ്കൾ എനിക്ക് പുതിയൊരു ജീവനും പ്രതീക്ഷയുമാണ് നൽകിയിരിക്കുന്നത്. താങ്കൾ ഉപദേശിച്ചതുപോലെ തന്നെ ഞാൻ തീർച്ചയായും പ്രവർത്തിക്കും. ഒരു നിമിഷം പോലും പാഴാക്കരുത്. എല്ലാറ്റിലുമുപരി ഈ സമയത്തിനുള്ളിൽ സ്വന്തം സുരക്ഷയിൽ അതീവ ശ്രദ്ധ പുലർത്തുക.
കാരണം താങ്കൾക്ക് നേരെ വളരെ യഥാർത്ഥവും ആസന്നവുമായ ഒരു അപകടം നിലനിൽക്കുന്നുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. താങ്കൾ എങ്ങനെയാണ് തിരികെ പോകുന്നത്? വാട്ടർലൂവിൽ നിന്ന് ട്രെയിൻ മാർഗം. സമയം 9 മണിയായിട്ടില്ല. തെരുവുകളിൽ നല്ല തിരക്കുണ്ടാകും. അതുകൊണ്ട് താങ്കൾ സുരക്ഷിതനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും എത്രത്തോളം ജാഗ്രത പാലിക്കുന്നുവോ അത്രയും നല്ലത്. എന്റെ കൈവശം ആയുധമുണ്ട്. അത് നന്നായി. നാളെ ഞാൻ താങ്കളുടെ കേസിന്മേൽ അന്വേഷണം ആരംഭിക്കും. അപ്പോൾ ഹോർഷാമിൽ വെച്ച് എനിക്ക് താങ്കളെ കാണാനാകുമോ? ഇല്ല. താങ്കളുടെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ലണ്ടനിലാണ്. അവിടെയാണ് ഞാനത് അന്വേഷിക്കാൻ പോകുന്നത്. എങ്കിൽ ആ പെട്ടിയെയും രേഖകളെയും കുറിച്ചുള്ള വിവരങ്ങളുമായി 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ താങ്കളെ വന്നു കാണാം. താങ്കളുടെ ഉപദേശങ്ങൾ ഞാൻ അക്ഷരം പ്രതി അനുസരിക്കും. അദ്ദേഹം ഞങ്ങൾക്ക് ഹസ്തദാനം നൽകിക്കൊണ്ട് യാത്ര പറഞ്ഞു. പുറത്ത് കാറ്റപ്പോഴും അലറിക്കൊണ്ടിരുന്നു. മഴത്തുള്ളികൾ ജനാലകളിൽ ആഞ്ഞടിക്കുകയും പടപടാ ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. പ്രക്ഷുബ്ധമായ പ്രകൃതിശക്തികളിൽ നിന്ന് നമ്മളിലേക്ക് വന്നതുപോലെ തോന്നിച്ച വിചിത്രവും വന്യവുമായ ആ കഥ ഒരു കൊടുങ്കാട്ടിൽ പറന്നുവന്ന കടൽച്ചെടി പോലെ വീണ്ടും അവയിലേക്ക് തന്നെ ലയിച്ചു ചേർന്നതുപോലെ തോന്നി. ഷെർലക് ഹോംസ് കുറച്ചുനേരം നിശബ്ദനായിരുന്നു. തല മുന്നോട്ടു കുനിച്ച് തീയുടെ ചുവന്ന വെളിച്ചത്തിലേക്ക് തണ്ണും നട്ട് അദ്ദേഹം ഇരുന്നു. പിന്നീട് അദ്ദേഹം തന്റെ പൈപ്പ് കത്തിച്ചു കസേരയിലേക്ക് ചാരിയിരുന്ന് നീലനിറത്തിലുള്ള പുകവളയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മേൽക്കൂരയിലേക്ക് ഉയരുന്നത് നോക്കിയിരുന്നു. വാട്സൺ, ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ള കേസുകളിൽ വെച്ച് ഇതിനേക്കാൾ വിചിത്രമായ മറ്റൊന്നുണ്ടായിട്ടുണ്ടെന്നെനിക്ക് തോന്നുന്നില്ല. 4 പേരുടെ അടയാളമൊഴികെ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഒരുപക്ഷെ അതൊഴികെ. എന്നിരുന്നാലും ഈ ജോൺ ഓപ്പൺഷോ ഷോൾട്ടോമാരേക്കാൾ വലിയ അപകടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഈ അപകടങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് താങ്കൾക്ക് വ്യക്തമായ വല്ല ധാരണയുമുണ്ടോ? ഞാൻ ചോദിച്ചു. അവയുടെ സ്വഭാവത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല, അദ്ദേഹം മറുപടി നൽകി. എങ്കിൽ അവ എന്താണ്? ആരാണ് ഈ കെ? എന്തിനാണ് അയാൾ ഈ നിർഭാഗ്യവാനായ കുടുംബത്തെ വേട്ടയാടുന്നത്? ഷെർലക് ഹോംസ് കണ്ണുകളടച്ച് തന്റെ കൈമുട്ടുകൾ കസേരയുടെ കൈകളിലൂന്നി വിരൽത്തുമ്പുകൾ പരസ്പരം ചേർത്തുപിടിച്ചു. ഒരു ഉത്തമ ചിന്തകൻ, അദ്ദേഹം പറഞ്ഞു, ഒരു വസ്തുതയെ അതിന്റെ എല്ലാ വശങ്ങളോടും കൂടി കണ്ടുകഴിഞ്ഞാൽ അതിലേക്ക് നയിച്ച സംഭവ പരമ്പരകളെ മാത്രമല്ല അതിന്റെ ഫലമായുണ്ടായേക്കാവുന്ന കാര്യങ്ങളെയും അനുമാനിച്ചെടുക്കാൻ സാധിക്കണം. ഒരു അസ്ഥി കണ്ട് കുവിയർ എന്ന ശാസ്ത്രജ്ഞന് ഒരു മൃഗത്തെ മുഴുവനായി വിവരിക്കാൻ കഴിയുമായിരുന്നതുപോലെ ഒരു സംഭവ പരമ്പരയിലെ ഒരു കണ്ണിയെ കൃത്യമായി മനസ്സിലാക്കിയ നിരീക്ഷകന് അതിനു മുൻപും പിൻപും നടന്ന കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയണം. കേവലം യുക്തിക്കെത്തിച്ചേരാവുന്ന ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ പരിഹാരം തേടിയവരെ കുഴപ്പിച്ച പ്രശ്നങ്ങൾ പഠനമുറിയിലിരുന്നു തന്നെ പരിഹരിക്കാൻ സാധിക്കും. എന്നാൽ ഈ കലയെ അതിന്റെ ഉന്നതിയിലെത്തിക്കാൻ ചിന്തകന് തന്റെ അറിവിലുള്ള എല്ലാ വസ്തുതകളെയും ഉപയോഗിക്കാൻ കഴിയണം. ഇതിനർത്ഥം അയാൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കണമെന്നാണ്. സൗജന്യ വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനകോശങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ പോലും അത്തരമൊരു കഴിവ് അപൂർവമാണ്. എന്നിരുന്നാലും ഒരാൾക്ക് തന്റെ ജോലിക്ക് ആവശ്യമായ എല്ലാ അറിവുകളും ഉണ്ടായിരിക്കുക എന്നത് അസാധ്യമല്ല. എന്റെ കാര്യത്തിൽ ഞാൻ അതിനാണ് ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ സൗഹൃദത്തിന്റെ ആദ്യകാലങ്ങളിൽ നീ ഒരിക്കൽ എന്റെ അറിവിന്റെ പരിധികളെ വളരെ കൃത്യമായി നിർവചിച്ചത് ഞാൻ ഓർക്കുന്നു. അതെ, ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അതൊരു വിചിത്രമായ രേഖയായിരുന്നു. തത്വശാസ്ത്രം, ജ്യോതിശാസ്ത്രം, രാഷ്ട്രീയം എന്നിവയ്ക്ക് 0 മാർക്കാണ് ഞാൻ നൽകിയിരുന്നത്. സസ്യശാസ്ത്രം പരിമിതം, നഗരത്തിന് 50 മൈൽ ചുറ്റളവിലുള്ള ചെളിപ്പാടകളെക്കുറിച്ചുള്ള ഭൂഗർഭശാസ്ത്ര അറിവ് അഗാധം, രസശാസ്ത്രം വിചിത്രം, ശരീരശാസ്ത്രം ക്രമരഹിതം, സെൻസേഷണൽ സാഹിത്യത്തിലും കുറ്റകൃത്യങ്ങളുടെ രേഖകളിലും അതുല്യൻ. വയലിൻ വായനക്കാരൻ, ബോക്സർ, വാൾപ്പയറ്റുകാരൻ, നിയമജ്ഞൻ, കൊക്കെയിനും പുകയിലയും ഉപയോഗിച്ച് സ്വയം വിഷം നൽകുന്നവൻ. ഇതൊക്കെയായിരുന്നു എന്റെ വിശകലനത്തിലെ പ്രധാന പോയിന്റുകൾ. അവസാനത്തെ കാര്യത്തിൽ ഹോംസ് ഒന്ന് പുഞ്ചിരിച്ചു. ശരി, അദ്ദേഹം പറഞ്ഞു. അന്നു പറഞ്ഞതുപോലെ തന്നെ ഇന്നും ഞാൻ പറയുന്നു. ഒരാൾ തന്റെ തലച്ചോറാകുന്ന കൊച്ചു തട്ടിൻപുറത്ത് തനിക്കാവശ്യമുള്ള സാധനങ്ങൾ മാത്രം സൂക്ഷിക്കണം. ബാക്കിയുള്ളവ തന്റെ ലൈബ്രറിയിലെ പാഴ്മുറിയിൽ വയ്ക്കാം. ആവശ്യം വരുമ്പോൾ അവിടെ നിന്നെടുക്കാമല്ലോ. ഇന്ന് രാത്രി നമ്മുടെ മുന്നിലുള്ള ഈ കേസിനായി നമ്മുടെ എല്ലാ വിഭവങ്ങളും സമാഹരിക്കേണ്ടതുണ്ട്. നിന്റെ അടുത്തുള്ള ഷെൽഫിലിരിക്കുന്ന അമേരിക്കൻ വിജ്ഞാനകോശത്തിന്റെ കെ എന്ന വാല്യം ഒന്നെടുത്തു തരൂ. നന്ദി. ഇനി നമുക്ക് സാഹചര്യം വിലയിരുത്താം. അതിൽ നിന്ന് എന്തൊക്കെ അനുമാനിക്കാമെന്ന് നോക്കാം. ഒന്നാമതായി, കേണൽ ഓപ്പൺഷോ അമേരിക്ക വിടാൻ വളരെ ശക്തമായ എന്തോ കാരണമുണ്ടായിരുന്നുവെന്ന് നമുക്ക് ഉറപ്പിക്കാം. അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള ആളുകൾ തങ്ങളുടെ ശീലങ്ങൾ മാറ്റാനോ ഫ്ലോറിഡയിലെ മനോഹരമായ കാലാവസ്ഥ ഉപേക്ഷിച്ച് ഇംഗ്ലണ്ടിലെ ഒരു ഉൾനാടൻ പട്ടണത്തിലെ ഏകാന്ത ജീവിതം തിരഞ്ഞെടുക്കാനോ തയ്യാറാവില്ല. ഇംഗ്ലണ്ടിലെ അദ്ദേഹത്തിന്റെ അമിതമായ ഏകാന്തപ്രിയം സൂചിപ്പിക്കുന്നത് അദ്ദേഹം ആരെയോ അല്ലെങ്കിൽ എന്തിനെയോ ഭയപ്പെട്ടിരുന്നു എന്നാണ്. അതിനാൽ അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്ന് ഓടിച്ചത് ആ ഭയമാണെന്ന് നമുക്കൊരു പ്രവർത്തനാനുമാനമായി എടുക്കാം. അദ്ദേഹം എന്തിനെയാണ് ഭയപ്പെട്ടതെന്നറിയാൻ അദ്ദേഹത്തിനും പിൻഗാമികൾക്കും ലഭിച്ച ഭയാനകമായ കത്തുകൾ പരിശോധിച്ചാൽ മതി. ആ കത്തുകളിലെ പോസ്റ്റ്മാർക്കുകൾ നീ ശ്രദ്ധിച്ചിരുന്നോ? ആദ്യത്തേത് പോണ്ടിച്ചേരിയിൽ നിന്നും, രണ്ടാമത്തേത് ഡണ്ടിയിൽ നിന്നും, മൂന്നാമത്തേത് ലണ്ടനിൽ നിന്നുമായിരുന്നു, കിഴക്കൻ ലണ്ടനിൽ നിന്ന്.
അതിൽ നിന്ന് നീ എന്തനുമാനിക്കുന്നു? അവയെല്ലാം തുറമുഖ നഗരങ്ങളാണ്. കത്തെഴുതിയ ആൾ ഒരു കപ്പലിലായിരുന്നു എന്ന് കരുതാം. മികച്ചത്. നമുക്കൊരു സൂചന ലഭിച്ചു കഴിഞ്ഞു. കത്തെഴുതിയ ആൾ ഒരു കപ്പലിലായിരുന്നു എന്നതിന് വലിയ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കൂ. പോണ്ടിച്ചേരിയുടെ കാര്യത്തിൽ ഭീഷണിക്കും അത് നടപ്പിലാക്കുന്നതിനുമിടയിൽ 7 ആഴ്ചത്തെ വ്യത്യാസമുണ്ടായിരുന്നു. എന്നാൽ ഡണ്ടിയിൽ അത് 3-4 ദിവസം മാത്രമായിരുന്നു. ഇതെന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടോ? യാത്ര ചെയ്യാനുള്ള ദൂരക്കൂടുതൽ. പക്ഷേ കത്തിനും അത്രയും ദൂരം സഞ്ചരിക്കേണ്ടി വന്നില്ലേ? എങ്കിൽ എനിക്ക് കാര്യം മനസ്സിലാകുന്നില്ല. ആ മനുഷ്യർ സഞ്ചരിക്കുന്നത് ഒരു പായക്കപ്പലിലാണെന്ന് നമുക്കനുമാനിക്കാം. തങ്ങളുടെ ദൗത്യം തുടങ്ങുന്നതിനു മുൻപ് അവർ ഈ വിചിത്രമായ മുന്നറിയിപ്പ് അയക്കുന്നതായി കാണുന്നു. ഡണ്ടിയിൽ നിന്ന് വന്നപ്പോൾ എത്ര വേഗത്തിലാണ് ആ കൃത്യം നടന്നതെന്ന് നോക്കൂ. അവർ പോണ്ടിച്ചേരിയിൽ നിന്നൊരു സ്റ്റീമറിലാണ് വന്നിരുന്നതെങ്കിൽ കത്തെത്തിയ ഉടനെ തന്നെ അവരും എത്തുമായിരുന്നു. എന്നാൽ 7 ആഴ്ചത്തെ സമയമെടുത്തു. കത്ത് കൊണ്ടുവന്ന മെയിൽ ബോട്ടും എഴുത്തുകാരൻ വന്ന പായക്കപ്പലും തമ്മിലുള്ള വേഗതയുടെ വ്യത്യാസമാണ് ആ 7 ആഴ്ചകളെന്ന് ഞാൻ കരുതുന്നു. അത് സാധ്യമാണ്. അതിലുപരി അത് സംഭവ്യമാണ്. ഈ പുതിയ കേസിന്റെ ഗൗരവം ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഞാൻ യുവ ഓപ്പൺ ഷോയോട് ജാഗ്രത പാലിക്കാൻ പറഞ്ഞത്. അയക്കുന്നവർക്ക് ആ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ അവസാനത്തിലാണ് എപ്പോഴും ആഘാതമേൽക്കുന്നത്. എന്നാൽ ഇത്തവണ അത് ലണ്ടനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിനാൽ നമുക്കൊട്ടും സമയം ലഭിക്കില്ല. ദൈവമേ, ഞാൻ നിലവിളിച്ചു. ഈ ക്രൂരമായ വേട്ടയാടലിന്റെ അർത്ഥമെന്താണ്? ഓപ്പൺ ഷോയുടെ കൈവശമുള്ള രേഖകൾ ആ പായക്കപ്പലിലുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നിലധികം ആളുകൾ ഇതിന് പിന്നിലുണ്ടെന്ന് വ്യക്തമാണ്. ഒരു കൊറോണർ ജൂറിയെപ്പോലും കബളിപ്പിക്കുന്ന രീതിയിൽ 2 മരണങ്ങൾ ഒരാൾക്ക് മാത്രമായി ചെയ്യാൻ കഴിയില്ല. ഇതിൽ പലരും ഉൾപ്പെട്ടിട്ടുണ്ടാകണം. അവർ അസാമാന്യ ധൈര്യശാലികളും ബുദ്ധിമാന്മാരുമായിരിക്കണം. ആരുടെ കൈവശമാണെങ്കിലും ആ രേഖകൾ കൈക്കലാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇത്തരത്തിൽ നോക്കുമ്പോൾ KKK എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, മറിച്ചൊരു സംഘടനയുടെ അടയാളമാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഏത് സംഘടന? നീ ഇതുവരെ ഷെർലക് ഹോംസ് മുന്നോട്ടാഞ്ഞ് ശബ്ദം താഴ്ത്തി ചോദിച്ചു. നീ ഇതുവരെ കൂക്ലക്സ് ക്ലാനിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടില്ല. ഹോംസ് തന്റെ മടിലെ വെച്ചിരുന്ന പുസ്തകത്തിന്റെ താളുകൾ മറിച്ചു. ഇതാ ഇവിടെയുണ്ട്, അദ്ദേഹം അല്പസമയത്തിനു ശേഷം പറഞ്ഞു. കൂക്ലക്സ് ക്ലാൻ. ഒരു റൈഫിൾ ലോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തോടുള്ള സാങ്കൽപ്പികമായ സാമ്യത്തിൽ നിന്നാണ് ഈ പേരുത്ഭവിച്ചത്. ആഭ്യന്തര യുദ്ധത്തിനു ശേഷം തെക്കൻ സംസ്ഥാനങ്ങളിലെ ചില മുൻ കോൺഫെഡറേറ്റ് സൈനികരാണ് ഭീകരമായ ഈ രഹസ്യ സംഘടന രൂപീകരിച്ചത്. ഇത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ടെന്നസി, ലൂസിയാന, കരോലിനകൾ, ജോർജിയ, ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ അതിവേഗം പ്രാദേശിക ശാഖകൾ സ്ഥാപിച്ചു. ഇതിന്റെ അധികാരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടു. പ്രധാനമായും നീഗ്രോ വോട്ടർമാരെ ഭയപ്പെടുത്തുന്നതിനും സംഘടനയുടെ കാഴ്ചപ്പാടുകളെ എതിർക്കുന്നവരെ കൊലപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ അവരെ നാടുകടത്തുന്നതിനും വേണ്ടിയായിരുന്നു ഇത്. ഇതിന്റെ അതിക്രമങ്ങൾക്ക് മുന്നോടിയായി ലക്ഷ്യം വെച്ച വ്യക്തിക്ക് വിചിത്രമെങ്കിലും പൊതുവെ തിരിച്ചറിയപ്പെടുന്ന രൂപത്തിലുള്ള ഒരു മുന്നറിയിപ്പ് അയക്കാറുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ഓക്കിലകളുടെ ഒരു ചില്ലയാണെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ മത്തങ്ങ വിത്തുകളോ ഓറഞ്ച് കുരുക്കളോ ആയിരുന്നു അത്. ഇത് ലഭിക്കുന്നതോടെ ഇരയ്ക്ക് ഒന്നുകിൽ തന്റെ മുൻകാല നിലപാടുകൾ പരസ്യമായി ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ രാജ്യം വിട്ട് ഓടിപ്പോകാം. എന്നാൽ അയാൾ ഇതിനെ ധീരമായി നേരിടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ മരണം നിശ്ചയമായും അയാളെ തേടിയെത്തും. സാധാരണയായി വിചിത്രവും മുൻകൂട്ടി കാണാൻ കഴിയാത്തതുമായ രീതിയിലായിരിക്കും അത് സംഭവിക്കുക. ഈ സംഘടനയുടെ ഘടന അത്രമേൽ കുറ്റമറ്റതും അതിന്റെ പ്രവർത്തന രീതികൾ അത്രത്തോളം ചിട്ടയായതുമായിരുന്നു. അതിനാൽ തന്നെ ഇതിനെ നേരിട്ടിട്ടും അപകടം സംഭവിക്കാത്ത ഒരു കേസ് പോലും രേഖകളിൽ ഇല്ലെന്നു തന്നെ പറയാം. അതുപോലെ തന്നെ ഇതിലെ അതിക്രമങ്ങളിൽ കുറ്റവാളികളെ കണ്ടെത്താനും സാധിച്ചിരുന്നില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റിന്റെയും തെക്കൻ മേഖലയിലെ ഉന്നത സമൂഹത്തിന്റെയും ശ്രമങ്ങളുണ്ടായിരുന്നിട്ടും ഏതാനും വർഷങ്ങളോളം ഈ സംഘടന തഴച്ചുവളർന്നു. ഒടുവിൽ 1869 ഈ പ്രസ്ഥാനം പെട്ടെന്ന് തകർന്നു. എങ്കിലും ആ തീയതിക്ക് ശേഷവും സമാനമായ രീതിയിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. താങ്കൾ ശ്രദ്ധിക്കുമല്ലോ. ആ പുസ്തകം താഴെ വെച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് ഓപ്പൺ ഷോ രേഖകളുമായി അപ്രത്യക്ഷനായതും ആ സംഘത്തിന്റെ പെട്ടെന്നുള്ള തകർച്ചയും ഒരേ സമയത്താണ് സംഭവിച്ചത്. ഇത് കാരണവും അതിന്റെ ഫലവും തന്നെയാകാം. അയാളെയും കുടുംബത്തെയും പിന്തുടരാൻ ആ സംഘത്തിലെ വിട്ടുവീഴ്ചയില്ലാത്ത ചിലരുണ്ടായതിൽ അത്ഭുതപ്പെടാനില്ല. ഈ രജിസ്റ്ററും ഡയറിയും തെക്കൻ മേഖലയിലെ പ്രമുഖരായ പലരെയും കൊടുക്കാൻ പര്യാപ്തമാണെന്നും അത് തിരികെ ലഭിക്കുന്നതുവരെ പലർക്കും രാത്രിയിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയില്ലെന്നും താങ്കൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ട ആ പേജ്, അത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അതിലിങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: ABC എന്നിവർക്ക് കുരുക്കളയച്ചു, അതായത് സംഘത്തിന്റെ മുന്നറിയിപ്പ് അവർക്ക് നൽകിയെന്നർത്ഥം. തുടർന്ന് Aയും Bയും രാജ്യം വിട്ടുവെന്നും ഒടുവിൽ C സന്ദർശിക്കപ്പെട്ടുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിയുടെ കാര്യത്തിൽ ഭയാനകമായി എന്തോ സംഭവിച്ചുവെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഡോക്ടർ, ഈ ഇരുളടഞ്ഞ രഹസ്യത്തിലേക്ക് നമുക്കല്പം വെളിച്ചം വീശാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. യുവ ഓപ്പൺ ഷോയ്ക്ക് ഇപ്പോഴുള്ള ഏക പോംവരി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നത് മാത്രമാണ്. ഇന്ന് രാത്രി ഇനി ഒന്നും പറയാനോ ചെയ്യാനോ ബാക്കിയില്ല.
അതിനാൽ എന്റെ വയലിനിങ് എടുക്കൂ. ഈ മോശം കാലാവസ്ഥയെക്കുറിച്ചും നമ്മുടെ സഹജീവികളുടെ അതിലും മോശമായ രീതികളെക്കുറിച്ചും അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് മറക്കാൻ ശ്രമിക്കാം. രാവിലെ ആയപ്പോഴേക്കും ആകാശം തെളിഞ്ഞിരുന്നു. നഗരത്തിനു മുകളിൽ തൂങ്ങിക്കിടക്കുന്ന മൂടൽമഞ്ഞിനിടയിലൂടെ സൂര്യൻ മങ്ങിയ പ്രകാശത്തോടെ ഉദിച്ചുയർന്നു. ഞാൻ താഴേക്ക് വന്നപ്പോൾ ഷെർലക് ഹോംസ് പ്രാതൽ കഴിക്കുകയായിരുന്നു. താങ്കൾക്കായി കാത്തുനിൽക്കാത്തതിൽ ക്ഷമിക്കണം, അദ്ദേഹം പറഞ്ഞു. യുവ ഓപ്പൺ ഷോയുടെ ഈ കേസ് അന്വേഷിക്കുന്നതിൽ എനിക്കിന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമായിരിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി കാണുന്നു. താങ്കൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത്? ഞാൻ ചോദിച്ചു. അത് എന്റെ ആദ്യഘട്ട അന്വേഷണങ്ങളുടെ ഫലത്തെ ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ എനിക്ക് ഹോർഷാമിലേക്ക് പോകേണ്ടി വന്നേക്കാം. താങ്കൾ ആദ്യം അവിടെയല്ലേ പോകുന്നത്? അല്ല, ഞാൻ നഗരത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആ മണിയൊന്ന് മുഴക്കൂ. വേലക്കാരി താങ്കൾക്കുള്ള കാപ്പി കൊണ്ടുവരും. ഞാൻ കാത്തിരിക്കുമ്പോൾ മേശപ്പുറത്തിരുന്ന തുറക്കാത്ത പത്രമെടുത്ത് ഒന്ന് കണ്ണോടിച്ചു. എന്റെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ച ഒരു വാർത്താ തലക്കെട്ടിലാണ് എന്റെ കണ്ണുകൾ ഉടച്ചത്. ഹോംസ്, ഞാൻ വിളിച്ചു പറഞ്ഞു. താങ്കൾ വൈകിപ്പോയിരിക്കുന്നു. ആ, തന്റെ കപ്പ് താഴെ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഞാനത് ഭയപ്പെട്ടിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? അദ്ദേഹം ശാന്തനായാണ് സംസാരിച്ചതെങ്കിലും അദ്ദേഹം അങ്ങേയറ്റം അസ്വസ്ഥനാണെന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓപ്പൺ ഷോ എന്ന പേരും വാട്ടർലൂ പാലത്തിന് സമീപം നടന്ന ദുരന്തമെന്ന തലക്കെട്ടുമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതാ വാർത്ത. ഇന്നലെ രാത്രി 9-നും 10-നും ഇടയിൽ വാട്ടർലൂ പാലത്തിന് സമീപം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എച്ച് ഡിവിഷനിലെ പോലീസ് കോൺസ്റ്റബിൾ കുക്ക് സഹായത്തിനായുള്ള നിലവിളിയും വെള്ളത്തിൽ എന്തോ വീഴുന്ന ശബ്ദവും കേട്ടു. രാത്രി അങ്ങേയറ്റം ഇരുളടഞ്ഞതും കൊടുങ്കാറ്റുള്ളതുമായതിനാൽ അവിടെയുണ്ടായിരുന്ന യാത്രക്കാരുടെ സഹായമുണ്ടായിട്ടും ഒരാളെ രക്ഷപ്പെടുത്തുക എന്നത് അസാധ്യമായിരുന്നു. ഉടൻ തന്നെ വിവരം അറിയിക്കുകയും വാട്ടർ പോലീസ് സഹായത്തോടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. പോക്കറ്റിൽ നിന്ന് ലഭിച്ച കവറിൽ നിന്നും അത് ഹോർഷാമിന് സമീപം താമസിക്കുന്ന ജോൺ ഓപ്പൺ ഷോ എന്ന യുവാവിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. വാട്ടർലൂ സ്റ്റേഷനിൽ നിന്നുള്ള അവസാന ട്രെയിൻ പിടിക്കാനായി വേഗത്തിൽ പോകുന്നതിനിടയിൽ കടുത്ത ഇരുട്ടിൽ വഴിതെറ്റി അദ്ദേഹം നദീബോട്ടുകൾ നിർത്തുന്ന ചെറിയ ജെറ്റികളിലൊന്നിൽ നിന്ന് താഴേക്ക് വീണതാകാമെന്ന് കരുതപ്പെടുന്നു. മൃതദേഹത്തിൽ അക്രമത്തിന്റെ അടയാളങ്ങളൊന്നുമില്ല. മരിച്ചയാൾ നിർഭാഗ്യകരമായ ഒരു അപകടത്തിനിരയായതാണെന്ന കാര്യത്തിൽ സംശയമില്ല. നദീതീരത്തെ ജെറ്റികളുടെ അവസ്ഥയിലേക്ക് അധികൃതരുടെ ശ്രദ്ധ തിരിക്കാൻ ഈ സംഭവം കാരണമാകേണ്ടതാണ്. ഞങ്ങൾ കുറച്ചുനേരം നിശബ്ദരായിരുന്നു. ഹോംസ് ഇത്രയധികം നിരാശനായും തളർന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. വാട്സൺ, അതെന്റെ അഭിമാനത്തെ മുറിപ്പെടുത്തുന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു. അതൊരു നിസ്സാര വികാരമായിരിക്കാം, എങ്കിലും അതെന്റെ അഭിമാനത്തെ മുറിപ്പെടുത്തുന്നു. ഇതിപ്പോൾ എന്റെ വ്യക്തിപരമായ കാര്യമായി മാറിയിരിക്കുന്നു. ദൈവം എനിക്ക് ആരോഗ്യം നൽകുകയാണെങ്കിൽ ഈ സംഘത്തെ ഞാൻ പിടികൂടുക തന്നെ ചെയ്യും. അവൻ സഹായത്തിനായി എന്റെ അടുക്കൽ വന്നിട്ടും ഞാൻ അവനെ മരണത്തിലേക്ക് മടക്കി അയച്ചല്ലോ. അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങേയറ്റം അസ്വസ്ഥനായി മുറിയിലൂടെ നടന്നു. വിളറിയ കവിളുകളിൽ ചുവപ്പ് പടരുകയും നീണ്ട മെലിഞ്ഞ കൈകൾ വിറയ്ക്കുകയും ചെയ്തിരുന്നുണ്ടായിരുന്നു. അവർ കൗശലക്കാരായ പിശാചുക്കളായിരിക്കണം, അദ്ദേഹം ഒടുവിൽ ഉദ്ഘോഷിച്ചു. അവരെങ്ങനെയാണ് അവനെ അവിടേക്ക് ആകർഷിച്ചത്? എംബാങ്ക്മെന്റ് സ്റ്റേഷനിലേക്കുള്ള നേരിട്ടുള്ള വഴിയല്ല. അത്തരമൊരു രാത്രിയിൽ പോലും ആ പാലത്തിൽ അവരുടെ ആവശ്യത്തിന് പറ്റിയതിലും കൂടുതൽ ജനക്കൂട്ടമുണ്ടായിരുന്നിരിക്കണം. ശരി വാട്സൺ, ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. പോലീസിന്റെ അടുത്തേക്കാണോ? അല്ല, ഞാൻ തന്നെയായിരിക്കും എന്റെ പോലീസ്. ഞാൻ വല നെയ്തു കഴിയുമ്പോൾ അവർക്ക് ഈ ഈച്ചകളെ പിടിക്കാം, അതിനു മുമ്പ് വേണ്ട. ദിവസം മുഴുവൻ ഞാൻ എന്റെ ഔദ്യോഗിക ജോലികളിൽ വ്യാപൃതനായിരുന്നു. വൈകുന്നേരം വൈകിയാണ് ഞാൻ ബേക്കർ സ്ട്രീറ്റിൽ തിരിച്ചെത്തിയത്. ഷെർലോക്ക് ഹോംസ് അപ്പോഴും മടങ്ങിയെത്തിയിരുന്നില്ല. 10 മണിയായപ്പോഴേക്കും അദ്ദേഹം വിളറി തളർന്ന രൂപത്തിലകത്തേക്ക് വന്നു. അദ്ദേഹം സൈഡ് ബോർഡിനടുത്തേക്ക് നടന്ന് ഒരു കഷ്ണം അപ്പം ആർത്തിയോടെ കഴിക്കുകയും വലിയൊരു പാത്രം വെള്ളം കുടിക്കുകയും ചെയ്തു. താങ്കൾക്ക് വിശക്കുന്നുണ്ടാവും, ഞാൻ പറഞ്ഞു. വിശന്നു മരിക്കാറായി. ഞാനത് മറന്നുപോയി. പ്രാതലിനു ശേഷം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിച്ചില്ലേ? ഒരു തരി പോലും. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. താങ്കളുടെ അന്വേഷണം എത്രത്തോളം വിജയിച്ചു? നന്നായി വിജയിച്ചു. താങ്കൾക്ക് എന്തെങ്കിലും സൂചന ലഭിച്ചോ? അവരിപ്പോൾ എന്റെ കൈപ്പിടിയിലാണ്. യുവ ഓപ്പൺ ഷോയുടെ മരണം അധികകാലം പ്രതികാരം ചെയ്യപ്പെടാതിരിക്കില്ല. വാട്സൺ, അവരുടെ ആ പൈശാചികമായ അടയാളം തന്നെ നമുക്കവർക്ക് തിരിച്ചു നൽകാം. അതൊരു നല്ല ചിന്തയാണ്. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം അലമാരയിൽ നിന്നൊരു ഓറഞ്ച് എടുത്ത് അത് കഷ്ണങ്ങളാക്കി അതിലെ കുരുക്കൾ മേശപ്പുറത്തേക്ക് പിഴിഞ്ഞിട്ടു. അതിൽ നിന്ന് 5 എണ്ണം എടുത്ത് അദ്ദേഹം ഒരു കവറിലിട്ടു. കവറിന്റെ ഉൾഭാഗത്ത് അദ്ദേഹം JOക്ക് വേണ്ടി SH എന്നെഴുതി. തുടർന്ന് അത് സീൽ ചെയ്ത് ക്യാപ്റ്റൻ ജെയിംസ് കാൾഹൂൺ, ബാർക്ക് ലോൺസ്റ്റാർ, സവാന ജോർജിയ എന്ന വിലാസം എഴുതി. അയാൾ തുറമുഖത്തെത്തുമ്പോൾ ഇതവിടെ അയാളെ കാത്തിരിക്കുന്നുണ്ടാകും, അദ്ദേഹം ചിരിച്ചുകൊണ്ടു പറഞ്ഞു. അത് അയാൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ നൽകിയേക്കാം. ഓപ്പൺ ഷോയ്ക്ക് ലഭിച്ചതുപോലെ തന്നെ തന്റെ വിധിയുടെ മുന്നോടിയായി അയാൾക്കിത് ലഭിക്കും. ആരാണ് ഈ ക്യാപ്റ്റൻ കാൽഹൂൻ? ആ സംഘത്തിന്റെ നേതാവ്. മറ്റുള്ളവരെയും ഞാൻ പിടികൂടും, പക്ഷെ ആദ്യം ഇയാളെ. താങ്കൾ എങ്ങനെയാണിത് കണ്ടെത്തിയത്? അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്ന് തീയതികളും പേരുകളും നിറഞ്ഞ ഒരു വലിയ കടലാസ് പുറത്തെടുത്തു. ഞാൻ ഇന്നത്തെ പകൽ മുഴുവൻ ലോയ്ഡ്സ് രജിസ്റ്ററുകളിലും പഴയ പത്രങ്ങളുടെ ശേഖരങ്ങളിലും ചിലവഴിച്ചു, അദ്ദേഹം പറഞ്ഞു. 1883 ജനുവരിയിലും ഫെബ്രുവരിയിലും പോണ്ടിച്ചേരിയിലെത്തിയ ഓരോ കപ്പലിന്റെയും തുടർന്നുള്ള ഗതിയെ ഞാൻ പിന്തുടരുകയായിരുന്നു. ആ മാസങ്ങളിൽ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗണ്യമായ ഭാരമുള്ള 36 കപ്പലുകൾ ഉണ്ടായിരുന്നു.
അവയിൽ ലോൺ സ്റ്റാർ എന്ന കപ്പൽ പെട്ടെന്നെന്റെ ശ്രദ്ധ ആകർഷിച്ചു. അത് ലണ്ടനിൽ നിന്നാണ് പുറപ്പെട്ടതെന്ന് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ആ പേര് അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു സംസ്ഥാനത്തിന്റേതാണ്. അത് ടെക്സസ് ആണെന്ന് ഞാൻ കരുതുന്നു. ഏത് സംസ്ഥാനമാണെന്ന് എനിക്ക് അപ്പോഴും ഇപ്പോഴും ഉറപ്പില്ലായിരുന്നു. എന്നാൽ ആ കപ്പലിനൊരു അമേരിക്കൻ പശ്ചാത്തലമുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നിട്ടെന്തുണ്ടായി? ഞാൻ ഡണ്ടിയിലെ രേഖകൾ പരിശോധിച്ചു. 1885 ജനുവരിയിൽ ലോൺ സ്റ്റാർ എന്ന ബാർക്ക് അവിടെ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയപ്പോൾ എന്റെ സംശയം ഒരു നിശ്ചയമായി മാറി. തുടർന്ന് ഇപ്പോൾ ലണ്ടൻ തുറമുഖത്തുള്ള കപ്പലുകളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. എന്നിട്ട് ലോൺ സ്റ്റാർ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ എത്തിയത്. ഞാൻ ആൽബർട്ട് ഡോക്കിൽ പോയി അന്വേഷിച്ചപ്പോൾ ഇന്ന് രാവിലെ വേലിയേറ്റ സമയത്ത് അത് സവന്നയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചതായി അറിഞ്ഞു. ഞാൻ ഗ്രേവ്സെൻഡിലേക്ക് സന്ദേശം അയച്ചു. അത് കുറച്ചു സമയം മുൻപ് അവിടെ കടന്നുപോയതായി മനസ്സിലാക്കി. കാറ്റ് കിഴക്ക് ദിശയിൽ നിന്നായതിനാൽ അതിപ്പോൾ ഗുഡ്വിൻസ് കടന്ന് ഐൽ ഓഫ് വൈറ്റിന് അധികം അകലെയല്ലാതെ എത്തുമെന്ന് എനിക്ക് സംശയമില്ല. അങ്ങനെയെങ്കിൽ താങ്കളിനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓ, അവരിപ്പോൾ എന്റെ പിടിയിലാണ്. കപ്പലിലെ ജീവനക്കാരിൽ അവനും മറ്റു 2 സഹായികളും മാത്രമാണ് അമേരിക്കയിൽ ജനിച്ചവരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റുള്ളവർ ഫിൻലൻഡുകാരും ജർമ്മൻകാരുമാണ്. കഴിഞ്ഞ രാത്രി അവർ 3 പേരും കപ്പലിൽ ഉണ്ടായിരുന്നില്ലെന്നും എനിക്കറിയാം. ചരക്കുകൾ കയറ്റിക്കൊണ്ടിരുന്ന സ്റ്റീവ് ഡോറിൽ നിന്നാണ് എനിക്ക് ഈ വിവരം ലഭിച്ചത്. അവരുടെ പായക്കപ്പൽ സവന്നയിലെത്തുമ്പോഴേക്കും തപാൽ ബോട്ട് ഈ കത്ത് അവിടെ എത്തിച്ചിട്ടുണ്ടാകും. കൊലപാതക കുറ്റത്തിന് ഈ 3 മാന്യന്മാരെയും ഇവിടെ അടിയന്തരമായി ആവശ്യമുണ്ടെന്ന് കേബിൾ സന്ദേശം വഴി സവന്നയിലെ പോലീസിനെ അറിയിക്കുകയും ചെയ്യും. മനുഷ്യൻ ആസൂത്രണം ചെയ്യുന്ന ഏറ്റവും മികച്ച പദ്ധതികളിൽ പോലും എപ്പോഴും ഒരു പിഴവ് സംഭവിക്കാറുണ്ട്. ജോൺ ഓപ്പൺഷോയുടെ കൊലയാളികൾക്ക് ആ ഓറഞ്ച് കുരുക്കൾ ഒരിക്കലും ലഭിച്ചില്ല. തങ്ങളെപ്പോലെ തന്നെ തന്ത്രശാലിയും ദൃഢനിശ്ചയവുമുള്ള മറ്റൊരാൾ തങ്ങളുടെ പിന്നാലെയുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നവയായിരുന്നു അവ. ആ വർഷത്തെ വിഷുവൽ കൊടുങ്കാറ്റുകൾ അത്യന്തം ദീർഘമേറിയതും കഠിനവുമായിരുന്നു. സവന്നയിലെ ലോൺ സ്റ്റാർ കപ്പലിനെക്കുറിച്ചുള്ള വാർത്തകൾക്കായി ഞങ്ങൾ ഏറെ കാത്തിരുന്നു. എന്നാൽ ഒന്നും ഞങ്ങളെ തേടിയെത്തിയില്ല. ഒടുവിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിദൂരതയിലെവിടെയോ തിരമാലകൾക്കിടയിൽ ഉലയുന്ന ഒരു ബോട്ടിലെ തകർന്ന അമരത്തൂൺ കണ്ടതായി ഞങ്ങൾ അറിഞ്ഞു. അതിൽ LS എന്ന അക്ഷരങ്ങൾ കൊത്തിവെച്ചിരുന്നു. ലോൺ സ്റ്റാർ എന്ന കപ്പലിന്റെ വിധി എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ലഭിക്കാവുന്ന ഏക വിവരവും അതുതന്നെയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഥാഖ്യാനം നിങ്ങൾക്ക് ഹൃദ്യമായി അനുഭവപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവായി ഇവിടെ രേഖപ്പെടുത്തുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.